ദൈവനാമം മഹത്വം ഉണ്ടാവട്ടെ. മനുഷ്യകുലങ്ങൾ ഒരുനാൾ ഭൂമിയിൽ നിന്ന് മാഞ്ഞുപോകും. ദൈവത്തിൽ വിശ്വസിക്കുന്ന വ്യക്തിയെ, നിങ്ങൾ ദൈവത്തെ വിശ്വസിക്കുന്നു എങ്കിൽ മരണം പോലും ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു പോയാലും ആത്മാവ് നിത്യജീവൻ പ്രാപിക്കുക തന്നെ ചെയ്യും എന്ന് പറയുന്നുണ്ട്. കാരണം ദൈവം ലോകത്തെ സ്നേഹിച്ചു. അതുകൊണ്ടാണ് ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ ഭൂമിയിലേക്ക് അയച്ചത്. പുത്രനെ വിശ്വസിച്ചാൽ നമുക്കൊരു നിത്യജീവൻ കിട്ടും എന്നത് ഒരു ഉറപ്പാണ്. നാം നശിച്ചു പോകില്ല. നിത്യജീവൻ കിട്ടണമെങ്കിൽ കർത്താവായ യേശുക്രിസ്തുവിനെ നാം വിശ്വസിക്കണം. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. യോഹന്നാൻ അധ്യായം 3 വാക്യം 16. ദൈവത്തെ വിശ്വസിക്കുന്ന വ്യക്തികൾ മരണം എന്ന ജീവിതത്തിൻ്റെ പ്രക്രിയയിലൂടെ ലോകത്ത് ഒന്നും മാറ്റപ്പെട്ടു പോയാലും വിശ്വാസം എന്ന അടിസ്ഥാനത്തിൽ വിശ്വാസം ക്രിസ്തുവിൽ ആയാൽ നാം നിത്യജീവൻ തന്നെ പ്രാപിക്കും. നാശം അത് മനുഷ്യനായ വ്യക്തികൾക്കാണ്, ദൈവത്തെ അറിയാത്ത, ദൈവവചനം അറിയാത്ത, ദൈവവചനം വിശ്വസിക്കാത്ത, യേശുക്രിസ്തുവിനെ അറിയാത്ത വ്യക്തികൾക്ക് മരണത്തിലൂടെ അവൻ ഈ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു പോകും. എന്നാൽ നിത്യജീവനിലൂടെ ആത്മാവിൻ്റെ യേശുവിനെ അറിയുന്ന വ്യക്തികൾ, ദൈവവചനം മനസ്സിലാക്കിയ വ്യക്തികൾ വീണ്ടും ജനിക്കും, അഥവാ നിത്യമായ ഒരു ജീവൻ കിട്ടും എന്ന് ഇവിടെ വ്യക്തമായി പറയുന്നുണ്ട്. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. സ്നേഹത്തോടെ പ്രിജു ചോറ്റാനിക്കര.